Shweta. My name is Inder and welcome to our channel. It's time for Punyalan Agarbatti. So let's watch it. At last. I hope business goes successful. Actually, Okay. I guess it's going good. Yes. Look at this. Nice. Oh. Last 5,000. Yes or no? എറണാകുളത്തേക്ക് ട്രിപ്പ്, പിന്നെ ഞാനിപ്പോ ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് മറ്റേ അവസരമോടിക്ക് ട്രിപ്പ്, എല്ലാം കൂടി 3 ദിവസം ട്രിപ്പ് ഇല്ലേ മുരളി? 3 ദിവസം ട്രിപ്പ് ഒന്നും ഇല്ല മുരളി. 3 ദിവസം കൂടി കണ്ടെത്തി 1 ദിവസം കാര്യം ഞാൻ പറയണേ. അതിങ്ങനെ മുരളി ഒന്നുമില്ല. ഇവിടുന്ന് രാത്രി ഇവിടെ നെടുമ്പാശ്ശേരിക്ക് അതോട് കൂടെ തട്ടെ ഒരു ചായ കുടിക്കാം, നേരെ പോകണം. രാവിലെ നമ്മളേക്കും ദേവസ്വം ബോർഡിൽ നിന്ന് ഇവിടെ പിന്തുടരും, അത് കൊടുക്കുന്നത് 4 ഓർഡർ സ്റ്റോപ്പിലാണ് ഒരു ചായ കുടിക്കാം. പിന്നെ നമ്മൾ നേരെ ഇരിഞ്ഞാലപ്പുറേക്ക് പോകും, അവിടെ നിന്ന് ലോഡ് എടുക്കും, അതോടെ കൊണ്ട് തട്ടുള്ളൂ. അത്രേ ഉള്ളൂ. ചായ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് കുടിച്ചോ. അതെ, ഇവിടെ ആള് നിൽക്കുന്ന കണ്ടൂടെ ചിമ്പ്രൂട്ടാ? പിന്നെ ഇത് കെട്ടണ്ടേ? അതെ ജോയേട്ടാ, ഇന്ന് 30-ാം തീയതിയിലായിരുന്നു ദേവസ്വം തന്നിട്ട് അതിന് കാക്കണം. നീ ഒന്നും മിണ്ടാണ്ടിരുന്നെ കീഴേ. ദേവസ്ഥയിലേക്ക് ഒരു ട്രിപ്പ്, 4-ാം തീയതി ആകുമ്പോഴേക്കും ബാങ്കിങ് കേസ് കളിക്കാൻ ഒരു ട്രിപ്പ്. നിനക്ക് എന്താ വല്ല പ്രാന്തല്ല? അല്ല പിണ്ടം വെറുതെ അതിനെന്താ പ്രോബ്ലം? 4-ാം തീയതി വരെ ദേവസ്വം പിണ്ടം നമ്മുടെയാണ്. മാത്രമല്ല ഈ ട്രിപ്പ് കമ്പനി ചെയ്ത് നമ്മുടെ ലാഭം 10,000 റുപ്പീസാണ്. അപ്പം തരുന്നത് നീ മുണ്ടിനകത്തേക്ക് ഇട്ട സുധാരം കൊണ്ട് തട്ട്. എറണാകുളത്തേക്ക് നൈറ്റ് പോയിട്ട് പിറ്റേ ദിവസം രാവിലെ വിടാന്ന് പറഞ്ഞാൽ മിസ്റ്റർ അഭികുമാർ, നിങ്ങൾ ഒന്നിനും ഇത്ര ചെറുപ്പല്ലേ? നിങ്ങൾ ഇത്ര ലേശിയായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ നിന്റെ 3 ദിവസത്തെ ഓട്ടം ഒറ്റ ദിവസമാക്കി കുറച്ച് മൂരാച്ചിന്നല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ? അങ്ങനെ ചിന്തിച്ച ഒരു പുരോഗതി എന്ന് പറഞ്ഞ സാധനം നിനക്ക് ഉണ്ടാവില്ല കേട്ടവയാ. ഈ ഓട്ടം നീ മര്യാദയ്ക്ക് ഓടിയ അഭയകുമാറാണ്. ഏതൊക്കെ ഓടി ഞാൻ കിടപ്പലാവും പോലെ. അഭയ, നിന്നെ ഞാൻ
കാണുന്ന ഒരു മനുഷ്യനായിട്ടല്ല. ഈ വണ്ടി പോലെ സ്വിച്ച് ഇട്ട പറക്കണം. അങ്ങനെയുള്ള വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ പച്ച പിടിക്കുള്ളൂ. മനസ്സിലായോ? എന്തുട്ടാ ഒരു വഴി പൊക്കോ. ചാടി ചാടി നിൽക്കണ്ട. ആംഗ്രി ബേർഡ്സ് ആംഗ്രി ബേർഡ്സ് ഇല്ല സുധാകര. ഒന്നുമില്ല സുധാകര, വെറുതെ വിളിച്ചതാ. പോയി പണി ചെയ്യിച്ചിട്ടാ. നമുക്ക് പിള്ളേരുണ്ടാവുമ്പഴേ ന്യൂസ് ചാനൽ കാണിച്ചു കൊടുത്തിണ്ടാ. ചീത്തവും പണ്ടൊക്കെ കാണുന്ന സുന്ദരി എന്റെ ട്യൂഷൻ ടീച്ചറൊക്കെ പിള്ളേരെ ഒഴിച്ചു കണ്ടില്ല. ഇന്നൊക്കെ കംപ്ലീറ്റ് പിള്ളേർ ടി വി ന്യൂസ് ചാനലൊക്കെ ഉണ്ടല്ലേ. ഒക്കെ സ്ട്രൈറ്റ് ആയില്ലേ, പച്ചക്കടി കാണിക്കണ. TRP എന്താന്ന് വിചാരം? 100 ആഴ്ച കാനസുന്ദരിയുടെ കാര്യം പറഞ്ഞോളൂ. ഗ്രീനോ ആ കഴിക്കാൻ പറ്റുന്ന നിർത്തം കേട്ടാ. ഡ്യൂട്ടി ആ നേരെ ഫാക്ടറിക്ക് വന്നോളൂ. ഏർലി മോർണിംഗ് ഞാൻ എത്തിക്കോളൂ കേട്ടാ. പറഞ്ഞ സമയത്ത് ബോംബെന്ന് പാക്കിംഗ് കേസിലെത്തുന്ന ഓക്കെ എല്ലാം ശരിയായില്ലേ ജോയ്? പിന്നെ അതിനെ ടെൻഷൻ. അതെന്റെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട്. നാളെ രാവിലെ ദേവസ്ഥയിൽ ഫസ്റ്റ് ലോഡ് എടുത്തു കഴിഞ്ഞാൽ ആ ടെൻഷൻ. 4 കോടിയാണ് ടേൺ ഓവർ. അതിനുവേ നീ കാശ് നാളെ ഹർത്താല്. സംഭവിക്കേ. RIP നേതാവ് പ്രകാശ് ജയിനെയും ADB നേതാവ് സഞ്ജയനെയും ഇന്ത്യൻ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്ത് നാളെ രാജ്യവ്യാപകമായി ഹർത്താലിന് ചെയ്യുന്നത്. RIPയും ADBയും നാളെ രാവിലെ ലോഡ് എടുക്കണ്ടാണല്ലോ. സമാധാനിക്ക് ജോയ്. ഹർത്താലെന്ന് പറഞ്ഞാൽ എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ലേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ നീ പറയ്. ആ ദിവസം ബസ്സിലാണ് ഞാനൊരു ഫാക്ടറിയിൽ പോയാലോ? ജോയ് ഈ സമയത്ത് ഫാക്ടറി പോയിട്ട് എന്നാ ചെയ്യാനോ? 1.5 വർഷത്തെ ശ്രമം, അധ്വാനം, വേർപ്പ, ഇതൊന്നും പറഞ്ഞ് നിനക്ക് മനസ്സിലാവില്ല. തലപോട്ടിയ യോഗം വേണം. യോഗം പൊന്നെ തോക്കൂടെയൊക്കെ ഇന്നത്തെ കൊണ്ട് വച്ചേക്കാം. എവിടെ ഇവിടെ അടുത്ത് വേണ്ടായിരുന്നിട്ടാ. ഇവനെ ഞാൻ പാട്ട് നിർത്തോവയാ. ഞാൻ ചോദിട്ടാ സ്ട്രോങ് ഹർത്താലാവുന്ന പറഞ്ഞു പുലിവനാവും. അതിന് ഞാനെന്താ വേണ്ട ചാവണം. അതെ ഹർത്താലറിയാ വണ്ടി അങ്ങില്ല നമ്മളങ്ങില്ലേട്ടാ. നിങ്ങളെ കിടപ്പാടം പറയാൻ പറ്റിരുന്ന വണ്ടിയാ. ഇതും തൊട്ട് കളിക്കുന്ന കേസും പിന്നെന്താക്കി ഇങ്ങോട്ട് വാടി കുത്തിക്കിട്ട് വെച്ചാണോ? ജോയേട്ടാ ആ പ്രസിഡന്റിനെ വിളിച്ചു നോക്കിയാ. എന്തിന്? അത് വേണടാ. വിളിക്ക്. എന്താ അതിന്റെ സ്റ്റാൻഡ് എന്നറിയാലോ. എന്നാലേ നമുക്ക് ഇനി തീരുമാനം എടുക്കാൻ പറ്റൂ. ഹലോ ഹലോ സാറേ. അതെ ആരാണ്? ഞാനൊരു പാവൻ ജോയാണ്. എന്തുകൊണ്ട് പാവജോയാ? അയ്യോ പാവൻ ജോയി അല്ല, പാവൻ ജോയി. ജോയി ഒന്നുമില്ല. ഞാൻ രവി സാറിന്റെ പാർട്ടി നാളെ നടത്തുന്ന ഹർത്താലിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി വിളിച്ചാണ്. തെണ്ടിത്തരല്ല KFC-ക്കാര് കാണിച്ചേ. ഈ കാര്യം പറയടാ. ഞാൻ രവി സാറിന്റെയും പാർട്ടിയുടെയും കൂടെ കേട്ടാ. അതുകൊണ്ട് നാളെ പിണ്ടെടുക്കല്ലേ അത് തീരുമാനിച്ചു. മറ്റത് രാവിലെ വന്ന് ഞാൻ എടുത്തോണ്ട് ആർത്തടം ഇനി നാടകം. നാടകം 6 മണി വരെ നിനക്ക് സമയം. അത് കഴിഞ്ഞ് ഇക്കാര്യം പറഞ്ഞിട്ട് കയറി വന്നാ നിന്റെ മുട്ടേലെ തല്ലി കൊടുത്തു. രവി സാറേ ഞാൻ ഇപ്പൊ തന്നെ വന്നാലോ? ക്യാനോ ഈ പാലക്കാട്ടിൽ ദേശം തുറന്നു തരാൻ നീ അപ്പനാണ് അവിടെ ഇരിക്കണേ. അമ്പലത്തിന് അർത്താലില്ല. ആനയ്ക്കും ആനപ്പിണ്ടത്തിനും അർത്താലേ ഇല്ല. വെച്ചിട്ട് പോടാ. ഹലോ ഹലോ ഹലോ. Okay, this is problem will we get? ഞാൻ കക്കി. Okay. നാളെ ലോഡ് എടുത്തില്ല വെച്ചാൽ പണി പാളും വീഴുക. ഈ തുത്തരത്തിന്റെ വിചാരിച്ചത് ഇനി എന്തെങ്കിലും നടക്കുള്ളൂ. ചോദിച്ചാലോ? അഭയ എന്ത് രസമായിട്ടാ അഭയ നീ പാടണേ. പാട്ട് പഠിച്ചില്ല നീ? യാത്രയൊക്കെ സുഖമായ? എന്തൊരു സുഖം പോലടി. ഫുഡ് കൂടി ടച്ച് ചെയ്തില്ലേ? ഫുഡ് കഴിച്ചു കൊടുത്തില്ല എന്റെ അഭയന് നീ? അതൊന്നും സാരില്ലടാ.
ഞാനും കഴിച്ചിട്ടില്ല. നമുക്ക് ഇന്ന് ഒരുമിച്ച് കഴിക്കാട്ടാ. വേണ്ട പോലെ ഞാൻ വീട്ടിൽ പോയിട്ട് അമ്മയുടെ പോയി എന്നിട്ട് കൊച്ചു പിള്ളേരെ പറഞ്ഞ വണ്ടി എടുക്കണമെന്നൊക്കെ നീ വന്നേ. Okay. അപ്പയാ നിന്റെ ഈ ജോയേട്ടൻ ലൈഫിന്റെ ഒരു നിർണായക ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണ്ട. നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടേ നാളെ രാവിലെ നമുക്ക് ദേവസ്ഥയിൽ പോയിട്ട് ലോഡ് എടുത്താലോ? ഞാൻ ഈ രാത്രി വേറെ ആരെ പോയി നോക്കണ്ടവയാ? ജോയേട്ടൻ ടെൻഷൻ അടിക്കാൻ ഒരു ദിവസം വൈകിയ കോട്ടനെ അതുപോലെ കൺവിൻസ് കളയാം. 1.5 വർഷമായിട്ട് കൺവിൻസിട്ടോണ്ടിരിക്കല്ലേ ഗ്രീനെ. അപ്പയാ എന്നെ രക്ഷിക്കടാ. നമുക്ക് നാളെ പോവാ. ഇവരൊന്ന് കൺവിൻസ് ചെയ്യേ. അഭയകുമാർ പിന്നെ എന്തിനാ പേര്? ഒന്ന് രക്ഷിക്കടാ മോനെ. വേറെ ഒരു രക്ഷയില്ലാത്തോണ്ടടാ. സമ്മതിക്കും മോനെ. താങ്ക്സ് മോനെ, താങ്ക്സ്. ഇതിന്റെ കത്ത മുട്ടാട്ടാ. Okay. ആരുടെ വീട്? ആ നാരായണൻ ഈ പിണ്ടോക്കാരെ കത്തിച്ച ഞാൻ പറഞ്ഞു. നാരായണൻ ഇവിടെ പിണ്ടാരെ കത്തിച്ചെന്ന്. ഭയങ്കര കൊതുകൊണ്ടാ. നിനക്ക് എന്തായാലും ഇത് ഉണക്കാണതല്ലേ, നീ കോരിക്കോ. ചോറാണ്. നീ ഇപ്പൊ ഇതാ തിന്നണ ജോലി. നമുക്ക് പോരാ. നീ ആദ്യം ആ സാധനത്തിന് പോയി മാറ്റിയേ. സോളപ്പത്തിൽ കിടക്കാം. നിനക്കൊക്കെ ഇനി വേറെ പണി അടിക്കുന്നു സുധാര. ആൾക്കാരൊക്കെ ഞങ്ങൾക്കൊണ്ടിട്ട് പോരാളിയേ. പിന്നെ ഈ ഒരു ടൈമിൽ ഹെൽപ്പ് ചെയ്യണമെന്ന് വന്നല്ലോ. കണ്ണീരിന്റെ വീക്ക്നസാ ഒറ്റ കാരണം ഞാൻ വന്നേ. ഒന്നങ്ങോട്ട് മാറി നിന്ന് കുടിക്കോ? കാരണട്ടാ ഹൃദയം സ്പോഞ്ച് പോലെയാണ്. ഇത് മതി നിങ്ങൾ മാറാരോഗിയൊക്കെ. മാറാരോഗി ഒന്ന് മാറാരോഗി. Okay, okay, Vijay, I want to take it. സ്വന്തമായി ഇരിക്കുന്നു. നമുക്ക് ആ പടിഞ്ഞാറോട്ട് പോയാലോ? ഈ പുഴക്കിലൂടെ മോനെ മാറി ഇന്നലെ ഫോൺ കട്ടിയതാണ്. നീ ആ ഫോൺ എടുക്ക്. Oh. ഒന്ന് നിർത്തിയാൽ ഉണക്ക് പാട്ട് മനുഷ്യർ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ അതൊരു Now. ഫാക്ടറി ഇല്ലേ? ചേട്ടാ, ചേട്ടനെ പിന്നെ കൊണ്ട് തുലാഭാരം നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കൊല്ലും ക്രീം എന്നിട്ട് ശബ്ദം കേൾക്കണല്ലോ. പെട്ടെന്ന് പണക്കാരൻ ഉറങ്ങാൻ പറ്റുന്ന പോലെയായി. ആ ഒരു ചവിട്ടി നശിക്കില്ലടാ. Uh-oh. നിന്റെ അപ്പി ചൂട്. ചൂട് പാമ്പേ. സംഭവം പുലിവാലാട്ടോ. അപ്പയെ ചവിട്ടിടോ, ചവിട്ടിടോ. Come on. But that guy. Finally. എനിക്ക് ചേട്ടാ. Why do I feel? ഇപ്പൊ സേഫ് ആയില്ലേ കാര്യങ്ങളൊക്കെ? പോയി കേട്ടടച്ചേ. എത്ര താഴെ പോയാവോ? എടാ ഇങ്ങോട്ട് വന്നേ. താഴെ വീണ് പോയ പിണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോയി എടുക്കാല്ലേ? ഈ ഹർത്താൽ തിരക്കെ കുഞ്ഞിട്ട്. അതുപോലെ തന്നെ പോയി പോയാ മതി. ഇനി ആ തലയുടെ വണ്ടി എടുക്കുന്ന കേസില്ലേ? അല്ലേ വീട് പണിച്ചിട്ട് വണ്ടിയാ. എനിക്ക് നിന്റെ വണ്ടി വേണ്ടവയാ. നീ എപ്പോഴെങ്കിലും പറയണ്ട. സാധനങ്ങളൊക്കെ പോയിട്ട് തലേ അപ്പിടുക. ഒന്ന് അതിന് പിടിക്കടാ. പ്രശ്നം Oh shit. Oh my god. Catch them. Oh shit. Uh-oh. Ooh. No.
no, this is serious now. Oh shit. Now this got a serious. But he was trying to work so hard. So it was his hard. bad luck, of course, every time. But now the strike happened. Yeah, Okay, He just strike wants- happened. he just wants to run his business. Yeah, he just came. He just took. That But guy that phone. guy phone. That was the thing. That was Otherwise, the, he would have taken it easily. easily. Yeah, but Now they destroyed that. first I was vehicle, like, his I was office. I was laughing because it was funny. But then he got that bash now on head. That time I was like, oh shit. That's bad. Actually. Let's see. Let's see how this will go now. So guys, do like, subscribe, Share, comment, click on the bell icon.